ഭക്ഷണവും കഴിച്ച് ബെഡിൽ പെട്ടെന്ന് റൂമിലെത്തി രുദ്രൻ ബെഡിൽ കയറി ചാരിയിരുന്നു. ഫോണെടുത്തവൻ പ്രണയത്തോടെ കണ്ണോടിച്ചു. രശ്മിയുടെ മെസ്സേജോ കോളോ വന്നിട്ടില്ലെന്ന് കണ്ടതും അവൻ്റെ മുഖത്തെ പുഞ്ചിരി ഇല്ലാതെയായി. ഒരു നിമിഷം ആലോചിച്ച ശേഷം ഫോണെടുത്ത് രശ്മിയെ വിളിക്കാൻ തയ്യാറായതും അവളുടെ കോൾ അവനെ തേടിയെത്തി. ദേവേട്ടൻ എന്താ എന്നെ ഇത്രയും നേരമായിട്ട് വിളിക്കാത്തേന്ന്? ഞാൻ എത്ര നേരമായി കാത്തിരിക്കാന്നറിയോ? അവളുടെ പരിഭവത്തോടെയുള്ള ശബ്ദം അവൻ്റെ ചെവിയെ പുളകിതമാക്കി. അവൻ്റെ കറുത്തിരണ്ട മുഖം മിന്നി തിളങ്ങി. രശ്മി റൂമിൻ്റെ ജനലുകൾ തുറന്ന് ചുമരിനോട് ചാരി നിന്ന് നിലാവിനെ പുലുകിക്കൊണ്ട് അവൻ്റെ മറുപടിക്കായി കാതോർത്തു. ഞാൻ തന്നെ വിളിക്കാൻ ഫോണെടുത്തപ്പോഴാ താൻ എന്നെ വിളിച്ചത്. താൻ കഴിച്ചോ? രുദ്രൻ്റെ ചോദ്യത്തിന് അവളൊന്ന് മൂളി. ഏട്ടനോ? തിരിച്ചവൾ ചോദിക്കാൻ മറന്നില്ല. ദാ കഴിച്ചു വന്നതേയുള്ളൂ. ശേഷം എൻ്റെ പെണ്ണിനോട് സംസാരിക്കുന്നു. അവനിലും പുതിയ ഭാവങ്ങൾ മിന്നിമാഞ്ഞു. എൻ്റെ പെണ്ണ്. അവളുടെ ചിരി വോൾട്ടേജുള്ള ബൾബ് പോലെ തിളങ്ങി. തീരുമാനം വല്ലതും ആയോ? വിജയാഷ്ടമിയായിട്ട് ഡാൻസ് ക്ലാസ്സിലേക്കുള്ള പോക്ക് വേണ്ടെന്ന് വെച്ചോ? തൻ്റെ തീരുമാനം അറിഞ്ഞിട്ട് വേണം എൻ്റെ നാളത്തെ പരിപാടിയിൽ മാറ്റം വരുത്താൻ. രുദ്രൻ ചിരിയോടെ പറഞ്ഞു. നാളെ ഉച്ചവരെ പോകുന്നുണ്ട് ദേവേട്ട. കുട്ടികളെ ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യിപ്പിക്കാനുണ്ട്. കൃഷ്ണയുടെ ഡാൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി ശരിയാക്കാനുണ്ട്. രശ്മി നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. തൻ്റെയോ? ഒളിച്ചും പാത്തും കണ്ട അവളുടെ നൃത്തച്ചുവടുകൾ സമ്മതത്തോടെ കാണാൻ രുദ്രന് കൊതി തോന്നി. ഇത്തവണ ഞാൻ ഒന്നിനുമില്ല. കുട്ടികളുടെ ഡാൻസ് ഉള്ളത് കൊണ്ട് അവരെ നോക്കണം. പിന്നെ ഡാൻസിനൊന്നും പറ്റിയൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. രശ്മിയുടെ മനസ്സിൽ കൂടി ഓരോ സംഭവങ്ങൾ കയറി വന്നു. രണ്ടുപേർക്കുമിടയിൽ കുറച്ചു നിമിഷം മൗനം. താൻ കാരണം അവളുടെ മനസ്സ് വിഷമിച്ചെന്ന സത്യം രുദ്രനും മനസ്സിലായി. കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ അവസരങ്ങൾ തന്നെ കാത്തിരിക്കുന്നുണ്ട്. തനിക്കുള്ളതൊന്നും തൻ്റെ കയ്യിലെത്താതിരിക്കില്ല. വാക്കുകൾ കൊണ്ട് അവൻ അവളെ കുളിരണിയിപ്പിച്ചു. സ്വപ്നം കാണാൻ പഠിപ്പിച്ചു. മുന്നിലേക്കുള്ള ഓരോ ദിനങ്ങളും അവളുടെ മാത്രമാണെന്ന് അവൻ ഓർമ്മപ്പെടുത്തി. പരിപാടിയൊക്കെ കഴിഞ്ഞ് ദേവേട്ടന് തിരക്കില്ലെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാമോ? പ്രാണനാഥൻ്റെ കൂടെയുള്ള കുറച്ച് സ്വപ്ന നിമിഷങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അവൾ ആരാഞ്ഞു. രുദ്രൻ അങ്ങോട്ട് പറയാനിരുന്ന കാര്യം അവൾ ഇങ്ങോട്ട് ചോദിച്ചപ്പോൾ അവൻ്റെ മുഖത്തൊരു നീർത്തിളക്കം. ഞാൻ നാളെ കുറച്ച് തിരക്കിലായിരിക്കും. നമുക്ക് നോക്കാം. രുദ്രൻ കുറച്ച് ബിൽഡപ്പ് കൊടുത്തുകൊണ്ട് പറഞ്ഞു. തിരക്കാണെങ്കിൽ വേണ്ട ദേവേട്ട, ഞാൻ ചന്തുവിനോട് പറഞ്ഞോളാം. അവൾ പരിഭവം മറച്ചുകൊണ്ട് പറഞ്ഞു. അതെന്താ ഞാൻ വീട്ടിലാക്കിയ? ഇനിയും ബിൽഡപ്പ് കൊടുത്തുകൊണ്ടിരുന്ന കൈവിട്ട് പോകുമെന്ന് അവന് തോന്നി. മറുപടി ഒന്നും പറയാതെ മറുഭാഗത്തു നിന്നൊരു ചിരി മാത്രം അവൻ്റെ ചെവിയിലേക്ക് എത്തി. എടോ, തൻ്റെ മാധവൻ മാഷിനോട് പറ നിങ്ങളുടെ സാരിയുടെ നിറമെങ്കിലും മാറ്റിപ്പിടിക്കാൻ. തന്നെ എനിക്ക് വേറെ ഡ്രസ്സിലൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോഴും മറുവശത്തു നിന്ന് ചിരി മാത്രം. കുപ്പിവള കിലുങ്ങുന്നത് പോലെയുള്ള അവളുടെ ചിരി അവൻ്റെ ചെവിയെ പ്രഹമ്പം കൊള്ളിച്ചു. പിന്നെ നാളെ കാർത്തികേച്ചിക്ക് തന്നെയൊന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. താനൊന്ന് റെഡിയായിക്കൂ. രുദ്രൻ ആദ്യമേ അവൾക്കൊരു മുന്നറിയിപ്പ് കൊടുത്തു. അവൾക്ക് ചെറിയ തോതിൽ വെപ്രാളം തോന്നി. എന്തിനാ ദേവേട്ട? എന്നോട് വേറെന്തെങ്കിലും ചോദിക്കുമോ? കാര്യമായിട്ടൊന്നും ചോദിക്കുന്നുണ്ടാവില്ല. എന്നാലൊന്നും ചോദിക്കാതിരിക്കുന്നുണ്ടാവില്ല. രുദ്രൻ അവിടെയും ഇവിടെയും തൊടാതെ മറുപടി പറഞ്ഞു. ഇപ്പോൾ ഒന്നും ചോദിച്ചില്ലെങ്കിലും ഇവിടെ വരുമ്പോൾ 3 പേരുടെ റാഗിങ് ഉണ്ടാവും. രാജീവേട്ടനും കാർത്തികേച്ചിയും വൈഷുവും കൂടി ഒന്നിച്ചാ ഒന്നുപോലും വിടാതെ ഉള്ളിലുള്ളതൊക്കെ ചികഞ്ഞെടുക്കും. രുദ്രൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. അയ്യോ, എനിക്ക് പേടിയാ ദേവേട്ട. അവളുടെ വാക്കുകളിൽ പേടിയോ ഭയമോ അങ്ങനെ എന്തൊക്കെയോ നിറഞ്ഞു. താൻ എന്തിനാണോ പേടിക്കുന്നത്? ഞാനില്ലേ കൂടെ? അവൻ വാക്കുകൾ മാത്രം മതിയായിരുന്നു അവളുടെ മനസ്സിലെ പല വികാരങ്ങളും കെട്ടടങ്ങാൻ. പ്രണയത്തിൻ്റെ വേറെ ഒരു ഭാവം ഇരുവരും മതിവരുവോളം ആസ്വദിച്ചു. ശബ്ദത്തിലൂടെ മാറ്റിപ്പടുക്കുന്ന സ്വപ്നലോകം. പരസ്പരം കാണാൻ വിതുമ്പുന്ന ഹൃദയവുമായി ഒരുപാട് നേരത്തെ മൗനത്തിനിടയിൽ വെറുതെ മൂളലുകൾ, കുറുകലുകൾ, പിണക്കവും അതിൻ്റെ എല്ലാം മനോഹാരിതയും കൂടി അവരങ്ങനെ. വിജയാഷ്ടമി ദിനം രാവിലെ കണ്ണു തുറക്കും മുന്നേ രുദ്രൻ്റെ പുതപ്പിനുള്ളിൽ ഒരാൾ നുഴഞ്ഞു കയറി. അവൻ പെട്ടെന്നൊന്നും ഞെട്ടിയെങ്കിലും ആളെ മനസ്സിലായതിനാൽ കണ്ണുകൾ അടച്ചുകൊണ്ട് അവളെ അവൻ്റെ അടുത്തേക്ക് വലിച്ച് നെഞ്ചോട് ചേർത്തു. കുഞ്ഞിപ്പല്ല് കാണിച്ചുകൊണ്ട് അവളും അവൻ്റെ അടുത്തേക്ക് നീങ്ങി. കുറച്ചു സമയം ലച്ചു അനങ്ങാതെ കിടന്നെങ്കിലും പിന്നെ അങ്ങോട്ട് രുദ്രൻ്റെ മടിയിലും മീശയിലുമായി അവളുടെ ചിത്രകലകൾ. അവസാനം കുഞ്ഞിക്കൈകൾ അവൻ്റെ താടിയിലെത്തി. അവൾ ചിരിച്ചുകൊണ്ട് താടിയിൽ പിടിച്ച് വലിച്ചതും മുഖവും ചുളിച്ച് താടിയിൽ തിരുമ്മി
തിരുമ്മിക്കൊണ്ട് തലപൊക്കി ലച്ചുവിനെ അവൻ തൂർച്ചു നോക്കി. പെണ്ണപ്പോഴും ചിരിച്ചുകൊണ്ട് അവനെ നോക്കി കിടക്കുകയാണ്. അവൻ പിന്നെ അവളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് തലയണയിലേക്ക് തല ചേർത്തു. രുദ്രന്റെ കൈ വിടുവിപ്പിച്ചുകൊണ്ട് ലച്ചു എണ്ണീറ്റിരുന്നു. മഞ്ഞയും വെള്ളയും കൂടി കലർന്ന കോട്ടൺ ഉടുപ്പാണ് വേഷം. കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് അതിന്റെ മുകളിലായി ചന്ദനക്കുറിയും. കൊമ്പിന് പകരം മുടി പടർത്തിയിട്ടിരിക്കുകയാണ്. സൈഡിൽ പൂമ്പാറ്റയുടെ സ്ലൈഡും. കാർത്തിക ലച്ചുവിന്റെ ചുണ്ടിൽ കൈവച്ച് കാണിച്ചുകൊണ്ട് അകത്തേക്ക് പമ്മി കയറി വന്നു. രുദ്രന്റെ കാലിൽ നിന്ന് പുതപ്പ് വലിച്ചു. വിട്ടുകൊടുക്കാതെ അവൻ മുകളിൽ പിടിമുറുക്കി. ലച്ചു ഇത് കണ്ടു രുദ്രന്റെ അടുത്തിരുന്ന് കൈകൊട്ടി ചിരിക്കുന്നുണ്ട്. എണ്ണിക്കട ചെക്ക, ഇന്നെന്താടാ രാവിലെ കണി കാണാൻ പോകുന്നില്ലേ? കാർത്തിക കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ ഏട്ടത്തിയമ്മേ, നീ ഒന്ന് പോയേ, നേരം വെളുക്കുന്നതിന് മുന്നേ കയറി വന്നോളും. നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? രുദ്രൻ പുതപ്പ് തലയിൽ കൂടി മൂടിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ പൊന്നു കാർത്തു, അവനെ ശല്യം ചെയ്യാതെ, അവൻ ഉറക്കം മതിയായിട്ടുണ്ടാവില്ല. അതും പറഞ്ഞുകൊണ്ട് ഓഞ്ഞ ചിരിയും ചിരിച്ച് രാജീവ് അവൻ്റെ അടുത്ത് പോയിരുന്നു. മോൻ ഉറങ്ങിക്കോടാ, വൈകിട്ട് പാടത്തും പറമ്പിലും ഒക്കെ പോയിരിക്കാനുള്ളതല്ലേ, പോരാത്തതിന് രാത്രിയിലെ പാതിരാ കോഴിയും. രാജീവ് മുഖത്ത് നിന്ന് പുതപ്പ് മാറ്റി രുദ്രന്റെ കവിൾ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു. കാർത്തിക നിന്ന് ചിരിക്കാൻ തുടങ്ങി. സപ്പോർട്ട് ചെയ്ത് വന്നപ്പോഴേ എനിക്കറിയായിരുന്നു കാലെ വാരി നിലത്തടിക്കാനാണെന്ന്. വൈഷു പോകുന്നതിന് മുന്നേ എല്ലാം കാതലെത്തിച്ചിട്ടുണ്ടെന്നും അറിയാം. തല പൊക്കി കാർത്തികയും രാജീവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ലച്ചു കട്ടിലിരുന്ന മേശയിലേക്ക് കൈയെത്തി അവിടുന്ന് ഓരോ സാധനങ്ങൾ എടുത്ത് ബെഡിലേക്ക് നിരത്തുന്നുണ്ട്. 3 പേരുടെയും നെറ്റിയിലെ ചന്ദനക്കുറിയും രാജീവിന്റെ മുണ്ടും കാർത്തികയുടെ സെറ്റ് സാരിയും ഒക്കെ കണ്ടപ്പോൾ ഭഗവാനെ കണ്ടിട്ടുള്ള വരവാണെന്ന് അവന് മനസ്സിലായി. രാവിലെ പോയി അദ്ദേഹത്തെയും ബുദ്ധിമുട്ടിച്ചൂല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? രാവിലെ മുതൽ ഒരു ലോഡ് പ്രശ്നവുമായിട്ട് ഓരോരുത്തരും, പോരാത്തതിന് കൈക്കൂലിയും. അദ്ദേഹത്തെ സമ്മതിക്കണം, നിങ്ങളെപ്പോലെ ഉള്ളവരെയൊക്കെ സഹിക്കുന്നുണ്ടല്ലോ. രാജീവും കാർത്തികയും പുഞ്ചിരിക്കല്ലാതെ എതിർത്തൊന്നും പറഞ്ഞില്ല. നീ വൈകുന്നേരം ഇവരെ രണ്ടുപേരെയും അമ്പലത്തിലേക്ക് കൊണ്ടുപോയി വിടണം. രാജീവ് ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞതും രുദ്രൻ തലചെരിച്ച് അവനെ നോക്കി. അവൻ വന്നോളും, അമ്പലത്തിലേക്ക് വരേണ്ടത് അവൻ്റെ കൂടി ആവശ്യമല്ലേ? കാർത്തിക അതും പറഞ്ഞ് ഹാളിലേക്ക് നടന്നു. അമ്പലത്തിലെ പ്രോഗ്രാമിന് പോകണമെന്ന് പറഞ്ഞാൽ ഇന്നലെ മുതലേ ഇവളെൻ്റെ ചെവി തിന്നുന്നുണ്ട്. ഇനി അമ്പലത്തിലേക്കാണോ രശ്മിയെ കാണാനാണോ എന്ന് എനിക്കറിയില്ല. പതുക്കെയാണ് രാജീവ് പറഞ്ഞതെങ്കിലും കാർത്തിക കേട്ടു. രണ്ടാൾക്കും സംശയം വേണ്ട, അവളെ കാണാൻ തന്നെയാ. തിരിഞ്ഞു നോക്കാതെ കാർത്തിക പറഞ്ഞു. റുദ്ദ, എണ്ണീക്ക്, ബുള്ളറ്റിൽ പോവാം. ലച്ചു അവനെ തോണ്ടിക്കൊണ്ടിരുന്നു. അവൻ എണീറ്റിരുന്ന് മുടി ഒന്ന് കൈകൊണ്ട് ഒതുക്കിയ ശേഷം ലച്ചുവിനെ എടുത്ത് മടിയിലേക്ക് വച്ചു. ഞാൻ എൻ്റെ പാടത്തെ കോലം മാറ്റണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസമായി. തിരക്കില്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് വന്നാൽ നന്നായിരുന്നു. രുദ്രൻ കള്ളച്ചിരിയോടെ കാർത്തികയോട് വിളിച്ചു പറഞ്ഞു. നീ രാവിലെ കണി കാണാൻ പോകുന്നവളെ വിളിച്ചു നിർത്ത്. ഇപ്പൊ നീ പറഞ്ഞ കോലം മാത്രമല്ല, അവൾ ഏത് വേഷവും കിട്ടും. അതും പറഞ്ഞ് വാതിൽ കടന്ന് പോകുന്നവളെ രാജീവും രുദ്രനും ഒരുപോലെ നോക്കി. രുദ്രന്റെ മുഖത്ത് ഇഞ്ചി കടിച്ച കുരങ്ങന്റെ ഭാവവും. വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ചോദിച്ചു വാങ്ങി, ഇപ്പൊ സന്തോഷായില്ലേ? രാജീവ് രുദ്രനെ നോക്കി ചിരിയോടെ ചോദിച്ചതും രുദ്രൻ അവനെ ഒന്ന് പുച്ഛിച്ചു. കാർത്തികയും രാജീവും ഭക്ഷണം കഴിക്കുമ്പോഴാണ് രുദ്രൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുന്നത്. മുടിയും മാടിക്കൊണ്ട് അവരുടെ മുന്നിൽ ചെന്ന് നിന്നതും രാജീവ് നോക്കിയതും സുഭദ്ര അവനെ കണ്ണുകൾ കൊണ്ട് കാണിച്ചു. രുദ്ര, ഇരിക്കെ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനി എന്തിനാ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത്? പെട്ടെന്ന് കല്യാണം നടത്താനാണ് ഞങ്ങളുടെ തീരുമാനം. നിങ്ങളോട് സമയം തീരുമാനിക്കാൻ പറഞ്ഞിട്ട് അതിനൊരു നീക്കുപോക്കും കാണാനില്ല. രാജീവ് കാർത്തികയും സുഭദ്രയും നോക്കിയ ശേഷം രുദ്രനോട് പറഞ്ഞു. രാജീവേട്ട, അത് കുറച്ച് സമയം കൂടി. രുദ്രൻ രാജീവിനെ നോക്കി പറയുന്നതിന് മുന്നേ സുഭദ്രയുടെ നോട്ടം അവനിലേക്ക് എത്തി. എന്തിനാ രുദ്ര നിങ്ങൾക്ക് ഇനിയും സമയം? ഞാൻ ശാരദയോട് സംസാരിച്ചപ്പോഴും കല്യാണം പെട്ടെന്ന് നടത്താന്നാ പറയുന്നത്. പിന്നെ ഡേറ്റ് തീരുമാനിച്ചാലും അതിൻ്റെ ഇടയ്ക്ക് ദിവസങ്ങൾ ഉണ്ടല്ലോ. രുദ്രനെ കൂർപ്പിച്ചു നോക്കി സുഭദ്ര എല്ലാവരോടുമായി പറഞ്ഞു. ജാതകം തമ്മിൽ ചേരും. ഇനി ഡേറ്റും സമയവും നിശ്ചയം കഴിഞ്ഞ് കല്യാണത്തിലേക്ക് പിന്നെ ദിവസങ്ങൾ ഉണ്ടല്ലോ. ഇനിയും വച്ച് താമസിപ്പിക്കേണ്ടെന്ന എൻ്റെയും അഭിപ്രായം. ലച്ചുവിന് വാരിക്കൊടുക്കുന്നതിനിടയിൽ കാർത്തിക പറഞ്ഞു. അവർക്ക് മുന്നിൽ ഉത്തരം മുട്ടിയവൻ ഇരുന്നു. രശ്മിയോട് സമയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കല്യാണമെന്ന് പറഞ്ഞാൽ അവനത് ആലോചിച്ചു. അടുത്ത ആഴ്ചയായിട്ട് വീടിൻ്റെ പണി തീർക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മാത്രമുള്ള ചെറിയൊരു പാൽ കാച്ചൽ. അതിനു മുന്നേ നിശ്ചയം നടത്തുവാണെങ്കിൽ പാല് കാച്ചൽ കഴിഞ്ഞാൽ കല്യാണവും നടത്താം. രാജീവിൻ്റെ അഭിപ്രായത്തോടെ എല്ലാവരും യോജിച്ചു. രുദ്രൻ അപ്പോഴും അവൾക്ക് കൊടുത്ത വാക്കിൽ നിശ്ചലനായി. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നാളെ വലിയ പാർട്ട് തരാം കേട്ടോ. ഇന്ന് ചെറിയ പാർട്ടാണെന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഇനി ബാക്കി പാർട്ട്
നമ്മുടെ തെന്നൽ അയച്ചു തരണേ. പുള്ളിക്കാരി ജോലി ചെയ്യുന്ന ഓൾറെഡി ഉണ്ട് കേട്ടോ, എഴുതി വെച്ചിരിക്കുകയാണ്. അയച്ചു തരും. അപ്പോൾ നാളെ ഇടാം.